മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ലെന്ന് വ്യക്തമാക്കി എഐസിസിയും ലീഗുമായി കെപിസിസി ചർച്ച നടത്തണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നും എഐസിസി നിർദ്ദേശം നൽകി. സിബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, എഐസിസിയുടെ ഭാഗത്തു നിന്ന് ഇന്നലേക്കുള്ളൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നതാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണമെങ്കിലും അങ്ങനെ തന്നെ ഉറപ്പിക്കാം, കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലീഗിന്റെ മൂന്നാം സീറ്റ് വിഷയത്തിലുള്ള നിലപാടും എഐസിസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. കാവ്യ, തീർച്ചയായും മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എഐസിസി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മൂന്നാം സീറ്റ് എഐസിസി ഇത്തരത്തിൽ ലീഗിന് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എഐസിസി എത്തിയിരിക്കുന്നത്. ഇനി തീരുമാനം അവിടെ കേരളത്തിൽ കെപിസിസിയും ലീഗും ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംയുക്തമായ തീരുമാനം വേണമെന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം, ലീഗ് കുറേ നാളുകളായി തങ്ങൾക്ക് ഈ തവണ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ ഈ രാജ്യസഭാ സീറ്റ് ലഭിക്കാൻ വേണ്ടി ലീഗ് ഇത്തരത്തിലൊരു വിലപേശി രാജ്യസഭാ സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്ന രീതിയിലെല്ലാം തന്നെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ലീഗിന് മൂന്നാം സീറ്റിന് അവകാശവാദമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ അവകാശം തങ്ങൾ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ആ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് തന്നെയാണ്. എന്തായാലും ലീഗിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു മീറ്റിംഗ് എല്ലാം തന്നെയും യോഗമെല്ലാം തന്നെയും ഇതിൽ ഏറ്റവും നിർണായകം തന്നെയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് കൃത്യമായി എഐസിസിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിർദ്ദേശം അത് കെപിസിസിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് എഐസിസി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ സുധാകരൻ അടക്കമുള്ള MP-മാർ മത്സരിക്കുന്ന കാര്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇത്തവണ എന്ന് കൃത്യമായി എഐസിസി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള MP-മാരെ മാറ്റി ഒരു പരീക്ഷണം വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എഐസിസി നൽകിയിരിക്കുന്നത്. കാവ്യ. ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.